എങ്കിലും പിഷാരടി ഇത് വേണ്ടായിരുന്നു. കോൺഗ്രസിലെ കടൽക്കിഴവന്മാരുടെ മനസ്സിൽ ഇപ്പോൾ പിഷാരടിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇതിന് കാരണം പ്രധാനമായും പിഷാരടി തന്നെ വ്യക്തമാക്കിയ ഒരു നയമാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ഞാൻ ഇനി സിനിമ അഭിനയത്തിലേക്കില്ല, ഞാൻ ഇനി സ്റ്റേജ് ഷോകൾക്കില്ല, ഞാൻ ഇനി ടെലിവിഷൻ പരിപാടികൾക്കില്ല. കാരണം ഞാൻ ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിച്ചു വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് വലിയ തോതിലുള്ള ജീവിത മാർഗമൊന്നും ആയിരുന്നില്ല, കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ അത് മാറ്റി നിർത്തിക്കൊണ്ട്, അത് എന്നേക്കുമായി ഒഴിവാക്കിക്കൊണ്ട് 5 വർഷം പാലക്കാടിനെ സേവിക്കാനാണ് തൻ്റെ തീരുമാനമെന്നാണ് രമേശ് പിഷാരടി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കോൺഗ്രസിലെ തലമുതിർന്ന അധികാരമോഹികളായ യുവാക്കൾ വളർന്നു വരാൻ അനുവദിക്കാത്ത മൈൻഡ് സെറ്റുള്ള നിരവധി കിളവന്മാരാണ് ഇത്തരത്തിൽ അസ്വസ്ഥനാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഒരു യുവമുഖം. കോൺഗ്രസിന്റെ ഏറ്റവും ചടുലമായ മുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്. എന്നാൽ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിടുന്ന ഒരു സന്ദർഭമുണ്ടാവുകയും അതിന് പകരം ആര് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് രമേശ് പിഷാരടിയുടെ മുഖം കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ തെളിഞ്ഞത്. അത്തരത്തിലാണ് രമേശ് പിഷാരടിയെ കോൺഗ്രസ് പാലക്കാട്ട് അവതരിപ്പിച്ചത്. യുവ നേതൃത്വം, സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കാനുള്ള കഴിവ്, കയ്യിലെടുക്കാനുള്ള കഴിവ്, വാക്ചാതുര്യം, അതേപോലെ തന്നെ എതിരാളികളെ വിമർശിക്കാനുള്ള ഒരു തൻ്റെ ഇടം. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബദലായി വളർന്നു വരാൻ ശേഷിയുള്ള ആരാണ് എന്ന് തപ്പി നടന്നതിൻ്റെ ഇടയിലാണ് ഈ രമേശ് പിഷാരടിയിൽ നമ്മുടെ നേതാക്കളുടെ കണ്ണ് ഉടക്കിയത്, കോൺഗ്രസ് നേതാക്കളുടെ കണ്ണ് ഉടക്കിയത്. അതോടുകൂടി രമേശ് പിഷാരടി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി എത്തുകയായിരുന്നു. എന്നാൽ രമേശ് പിഷാരടി ജയിക്കുമെന്ന് ഈ സീറ്റ് നൽകിയ ആരും തന്നെ ജന്മത്തിൽ പ്രതീക്ഷിച്ചില്ല. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ജയിച്ച് കയറുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ധാരണ. പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളോട് പ്രത്യേകിച്ചും അത്തരത്തിലാണ് അവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. രമേശ് പിഷാരടി ഒരു മിമിക്രിക്കാരനാണ്, ഈ മിമിക്രിക്കാരന് എന്ത് ഗൗരവമായ രാഷ്ട്രീയം പറയാനാണ് ഉള്ളത് എന്നുള്ള ചിന്ത അവിടുത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് അവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. എന്നാൽ രമേശ് പിഷാരടി ആകട്ടെ കിട്ടിയ അവസരം ഗൗരവമായി എടുക്കുകയും അത്തരത്തിൽ ആ അവസരത്തെ സമീപിക്കുകയും ജയത്തോട് അടുക്കുകയും ചെയ്തു. അവസാന നിമിഷം വരെ അദ്ദേഹം ലീഡ് ചെയ്യുകയായിരുന്നു. അവിടെ ശോഭാ സുരേന്ദ്രനെ പിന്തള്ളി, LDF സ്ഥാനാർത്ഥിയെ പിന്തള്ളി അവിടെ അവസാന നിമിഷം വരെ അദ്ദേഹം ലീഡ് നിലനിർത്തുകയും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് കയറുകയും ചെയ്തതോടുകൂടി പാലക്കാട്ടെ അടക്കമുള്ള വൃദ്ധ കോൺഗ്രസ് നേതാക്കൾക്ക് പിഷാരടി അലോരസം ആയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് പിഷാരടി കോൺഗ്രസിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക? ഒരു കാര്യം ഉറപ്പാണ്, പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വളരുക തന്നെ ചെയ്യും. അത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പാണ്. അദ്ദേഹം കൈവച്ച മേഖലയിലെല്ലാം തന്നെ കയ്യൊപ്പിട്ട ആളാണ്. സിനിമാ സംവിധാനം ചെയ്തിട്ടുണ്ട്, ടെലിവിഷൻ ആങ്കറായി വന്നിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാമറായി വന്നിട്ടുണ്ട്, മിമിക്രിക്കാരനായി വന്നിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ തൻ്റെതായ കയ്യൊപ്പിട്ട ആളാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഭയക്കുന്നത്. ഭാവിയിൽ വലിയൊരു ലീഡറായി വരാനുള്ള എല്ലാ സാധ്യതയും രമേശ് പിഷാരടിയിൽ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ ജനപ്രിയനാണ്, വളരെ പെട്ടെന്ന് തന്നെയാണ്, വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലാത്ത, കോൺഗ്രസിൽ താഴേന്ന് പ്രവർത്തിച്ച് വലിയ പരിചയമൊന്നുമില്ലാത്ത രമേശ് പിഷാരടി ഇത്തരത്തിൽ പെട്ടെന്ന് ഉയർന്നു വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിലെ കടൽക്കിഴവന്മാർക്ക് തന്നെയാണ് പിഷാരടിയുടെ ഈ വളർച്ച ഏറ്റവും കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. പിഷാരടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, ഇനി 5 വർഷത്തേക്ക് പാലക്കാടിന് വേണ്ടി മാത്രം, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അവരുടെ ഉയർച്ചയാണ്, അവരുടെ ക്ഷേമമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് പിഷാരടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇത്തരം കടൽക്കിഴവന്മാർക്ക് ഉറക്കം ഇല്ലാതാവുന്നത്.